Hello friends, welcome back to Kinzman Food and Vlog and it's me Shamlal. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോയും അതുപോലെ തന്നെ ചീസും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തൊലി കളഞ്ഞ് കഴുകി നല്ല രീതിയിൽ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഫോർക്കാണ് യൂസ് ചെയ്യണേ. ഫോർക്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇത് ഉടച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള കുറച്ച് സോൾട്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ എന്തിനാ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊട്ടാറ്റോയിൽ വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കോൺഫ്ലോർ ഇത് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇത് ഓരോ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ഓരോ പൊട്ടറ്റോയും ഞാൻ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി നമുക്ക് അതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളവും കൂടിയും ചേർത്ത് നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. ഇതിനേക്കാളും കുറച്ചും കൂടി ലൂസായാലും വലിയ സീനൊന്നുമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓരോ ബോളും നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ചീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ചീസാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മസാല ചീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോ ഞാനിപ്പോൾ ഇവിടെ സാധാ ചീസാണ് എടുത്തേക്കുന്നത്. ചീസ് വെച്ച ശേഷം നമുക്ക് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ബോളാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മൈദ കോൺഫ്ലോർ മിക്സിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കണം. മുക്കുമ്പോൾ നമ്മൾ എല്ലാ സൈഡും ഒരുപോലെ തന്നെ മുക്കിയെടുക്കുക. മുക്കിയെടുത്ത ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്രാവശ്യം കൂടിയും ബ്രെഡ് ക്രംസിൽ നമ്മൾ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയുള്ള പരിപാടി സിമ്പിളാണ്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ബോൾസും ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഒരു മൈദ മിക്സിലേക്കും മുക്കിയിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ വെച്ച് ഇതുപോലെ കവർ ചെയ്തെടുക്കുക. സിമ്പിളാണ് പരിപാടി. ഇതുപോലെ നമ്മൾ എല്ലാ ബോളും ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബോളെല്ലാവരും കവർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ ഓരോ ബോൾസ് വീതം ഇതിനകത്തേക്ക് നമ്മൾ പൊരിക്കാനിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഈ ഒരു ബോൾ പൊരിച്ചെടുക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ബോൾ ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഏകദേശം ഒരു യെല്ലോയിഷ് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കണം. കാരണം ഓവർ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോൾസ് വെളിച്ചെണ്ണ കുടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് കുളമാവും. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു യെല്ലോയിഷ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമ്മൾ ഇത് എടുത്ത് മാറ്റണം. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഈ ഒരു ബോൾസ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് എന്തായാലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര സിമ്പിളാണ്. നമുക്കിത് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ വൈകിട്ട് വരുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചത് സാധാ ചീസ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു ബോൾ നല്ല ചൂടായിട്ട് ഇരിക്കണോണ്ടും നമ്മുടെ ഉള്ളിലുള്ള ചീസും കാര്യങ്ങളൊക്കെ സാധാ പോലെയാണ് വന്നത്. മൊസല്ല ചീസൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈ സിനിമയിലും ടി വിയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന പോലെ വലിച്ചെടുക്കുമ്പോൾ ശരിക്കും ഇതുപോലെ നീണ്ടുവരാൻ ചാൻസ് ഉണ്ട്. സോ ഇത് സാധാരണ ചീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിവ്യൂ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാമെന്ന് പ്രതീക്ഷയോടെ ഇസ്മി ഷാംലാൽ സൈനിങ് ഔട്ട്.